എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലത്തെ ഒരു വ്ളോഗാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതാ രാവിലെ വീട്ടിൽ നിന്നുള്ള വ്യൂ ഇതാണ് നമ്മുടെ മുറ്റത്ത്. അപ്പം നല്ല പക്ഷികളുടെ കരച്ചിൽ നല്ല കിളിനാദം എന്നെല്ലാം പറയാം. ഒരുപാട് ലവ് ബേർഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവർ എപ്പോഴും ഇങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കും. ഇത് നമ്മുടെ പറമ്പിലത്തെ ഒരു കാഴ്ചയാണ്. അപ്പോൾ കാണുന്നവരെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്ത് നല്ല നീറ്റായിട്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ വൃത്തിയാക്കുന്നത് ഞാനാണെന്ന് ആരും വിചാരിക്കണ്ട, ഞാനല്ല. പിന്നെ ആരായിരിക്കും? ഞാനല്ല, ഏട്ടനാണ് ഇതിൻ്റെ എല്ലാം ആൾ. പക്ഷേങ്കിൽ ഈ ചെടിയൊക്കെ എൻ്റേതാണ്. എല്ലാം നട്ട് വളർത്തി ഇതുപോലെ ആക്കിയെടുത്തത് ഞാനാണെങ്കിൽ പോലും ഇതുപോലെ ഇത്രയും നീറ്റായിട്ട് പറമ്പെല്ലാം കാത്തു സൂക്ഷിക്കുന്ന ആൾ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ക്രെഡിറ്റ് ഏട്ടന് തന്നെയാണ്. ഇതാ നമ്മുടെ പറമ്പിലാണ് നമ്മൾ പക്ഷിക്കൂട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാ ഒരുപാട് ആൾക്കാരുണ്ട്. 20-ലധികം ലവ് ബേർഡ്സ് ഉണ്ട്. അപ്പോൾ അവരെ ഒച്ച എപ്പോഴും ഉണ്ടാവും. അപ്പം നല്ല ഭംഗിയാണ് രാവിലെ എണീറ്റ് ഇങ്ങനെ പറമ്പത്തെല്ലാം ഒന്ന് നടന്ന് നമ്മുടെ ചെടികളും അതുപോലെ പൂക്കളെല്ലാം നോക്കി നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ നമുക്ക് അതിനുള്ള സമയവും ഉണ്ടാവില്ല. രാവിലെ ഇറങ്ങി നടക്കുന്ന സുഖം ഉച്ചക്ക് നടന്നാൽ ഉണ്ടാവുകയും ചെയ്യില്ല. അപ്പം ഞാൻ ഓരോരിക്കലും ഏട്ടൻ എന്തെങ്കിലും വളർത്തുന്ന എന്തെങ്കിലും എല്ലാം പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ മെല്ലനെ ഒന്ന് ചുറ്റി നടന്ന് എൻ്റെ ചെടികളെ ഗ്രോത്തെല്ലാം ഒന്ന് നോക്കി എന്തെങ്കിലും പുതിയ പൂക്കളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നെല്ലാം നോക്കി അങ്ങനെ നടക്കും. ഇന്ന് രാവിലത്തെ കുക്കിംഗ് വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. കാരണം ഇന്ന് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയായി. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇന്ന് മോന് സ്കൂളിൽ പോകണം. അപ്പോൾ രാവിലെ തന്നെ നല്ല ചൂട് ദോശ. കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ എപ്പോഴും ദോശ മാത്രമേ ഉണ്ടാവും. എൻ്റെ മക്കൾക്ക് ദോശ മാത്രം മതി. അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് ഞാൻ ദോശ തന്നെയാണ് ഇന്നും ഉണ്ടാക്കിയത്. അപ്പം ദോശ ഉണ്ടാക്കി രാവിലത്തെ. അതുപോലെ തന്നെ അതിന് വേണ്ടുന്ന കറി ഉണ്ടാക്കി. ഒരാൾ നല്ല ഉറക്കാന്ന്. എണീക്കടാ കാശി മോനുട്ടാ. അടാ പൊതിച്ച് മൂടിയിട്ട് ഉറങ്ങുമായിരുന്നു. പിന്നെ എണീക്കടാ. 7:30 കഴിഞ്ഞേ. ഡയറി എഴുതാനുണ്ട്, പത്രവാർത്ത എഴുതാനുണ്ട്. വേഗം എണീക്ക്. ഞാൻ ഇതിൻ്റെ അകത്ത് വീഡിയോ പിടിക്കുന്നുണ്ടേ. എൻ്റെ ഗൈസെല്ലാം കളിയാക്കും. കള്ളക്കുട്ട എണീക്കടാ എണീക്കടാ പൊന്നോ. അപ്പോൾ നമ്മുടെ ചെറിയ ആൾ രാവിലെ തന്നെ ടി-വിൻ്റെ മുമ്പിലാണ്. രാവിലെ ഇരുന്ന് കാർട്ടൂൺ കാണും. ആ TV ഓണാക്കി കൊടുത്താൽ പിന്നെ കുറേ സമയത്തേക്ക് ഓനെ കൊണ്ടുള്ള ചൊറയില്ല. അങ്ങനെ രാവിലത്തെ തിരക്കെല്ലാം കഴിഞ്ഞ് എനിക്ക് കാര്യമായിട്ടുള്ള എന്തെങ്കിലും തുണി കഴുകാനും അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. പക്ഷി വരുന്നിട്ടുണ്ട്. 3-ൽ 2 പറക്കാനായി. പിന്നെ വിളിച്ചിനാ വേണ്ട? വിശക്കുന്നുണ്ടാ? പല്ലിയേക്കാലോ നമുക്ക്? കാശി പല്ലിയച്ചാ കുളിക്കാ. റെഡി. അപ്പൊ നമുക്ക് കുളിച്ച് റെഡി ആവാം അല്ലേ? കുളിച്ച് റെഡി ആയി തരാം. അപ്പോൾ ഓക്കെ, കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. യെസ്. ക്യാമറ ഒന്ന് അടിക്കല്ലടാ. നോക്കട്ടെ ഏട്ടാ. കേശു അതിനിങ്ങോട്ടാ. മൂന്നിന് ഒരുമിച്ച് കിട്ടൂല അല്ലേ? അപ്പോൾ നമ്മളെ ലവ് ബേർഡ്സിൻ്റെ കൂട്ടത്തിൽ 3 കുഞ്ഞു അതിഥികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ 3 പറക്കാനായിട്ടില്ല. മുട്ട വിരിഞ്ഞ് കുറച്ച് തൂവലെല്ലാം വന്നൊന്ന് റെഡി ആയതേ ഉള്ളൂ. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിനെ കൊണ്ട് എടുത്ത് കളിക്കുക ചെയ്യുന്നു. അപ്പോൾ രാവിലെ തന്നെ ഏട്ടൻ അതെടുത്ത് ഇവർക്ക് കൊടുത്ത്.
ആ ഇതാ നാളെ പരിപാടി. യൂണിഫോം എല്ലാം ഇട്ട് സെറ്റായിട്ട് ഇരുന്ന് ഫോണ് കാണുക. ഡയറി എഴുതിനാ? പത്രവാർത്ത എഴുതിനാ? എഴുതിയിട്ടില്ല? എപ്പോൾ എഴുതാനാണ് ഉദ്ദേശം? നോക്കറോ ഇങ്ങോട്ട്? ഹലോ, അതൊന്നും എഴുതണ്ട, ഞാൻ മാഷോട് പറഞ്ഞു കൊടുക്കും. ആളതിൻ്റെ ഇടക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞാൻ വാരി കൊടുത്ത് ഇതാ ഓട്ടോ വന്ന്. ഓട്ടോ വരുമ്പം പിന്നെ എല്ലാം അവിടെ ഇട്ട് ഒരൊറ്റ ഓട്ടോ. അങ്ങനെ ഇന്നത്തെ മോർണിംഗ് റൂട്ടീൻ ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു ഓൺ വോയിസിൽ വരണം എന്നുള്ളത്. പിന്നെ ചാനൽ തുടങ്ങിയിട്ട് അത്രയല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ക്യാമറേൻ്റെ മുമ്പിൽ വരാനൊരു കോൺഫിഡൻസ് കുറവുണ്ട്. അതാ ഒന്നാമത് ഓൺ വോയിസിൽ വരാത്തെ. ഇപ്പം ഇന്നത്തെ ദിവസത്തെ ഒരു വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പേ ഒരു ഇൻട്രോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പം ഞാൻ കൂടുതലായിട്ടും മോനെ വെച്ച് എന്തെങ്കിലുമൊക്കെ അവൻ്റെ കാര്യങ്ങളും അവൻ്റെ കഴിവുകളൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ മൂഡാണ്. അപ്പോൾ അതിനനുസരിച്ച് അവൻ ഡെയിലി വീഡിയോ ഇടണം എന്ന് ഉള്ള ആ ഒരു ഇത് ഉണ്ടാവില്ല. കാരണം അവൻ്റെ മൂഡ് പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ഞാൻ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസ് അങ്ങനെയുള്ളതൊക്കെ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് നന്ദി കാണുന്നവർക്കും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദി. താങ്ക് യു.